റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോൾ ഉപയോഗിച്ചിരുന്ന കമ്പിളി പുതപ്പിന്റെ കഷ്ണം തുടണ്ട മോളെ അത് പൊടിയും ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യത്തെ ഭാര്യ നമ്മളെല്ലാവരും ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബിന്റെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഡ്രസ്സിന്റെ ഒരു കഷ്ണമാണ് അലി റളിയല്ലാഹു അവിടെ ആരും ഇല്ല. കൈ നീക്കാൻ വേണ്ടി ചെള്ളക്കെട്ടം കൊടുക്കാൻ കമ്പിളിപ്പുതപ്പായിട്ട് വന്നേക്കണം. ഇതുപോലെ കുറേ എണ്ണങ്ങളുണ്ട്. ഒരുത്തനാണെങ്കിൽ എന്താ യേശുവിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞു. വേറെ ഭയങ്കര ദൈവങ്ങൾ പ്രതീക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നു. എല്ലാ മതത്തിലും കാണാം ഇതുപോലൊരു വിറ്റ് തിന്നണ കുറേ ആൾക്കാർ. അത് വിശ്വസിക്കാൻ കുറേ പൊട്ടന്മാർ. എല്ലാ മതത്തിലും ഉണ്ട് ഇങ്ങനെ മണ്ടന്മാർ പൊട്ടന്മാരൊക്കെ. എന്ത് കണ്ടിട്ടാണ് ഇന്നത്തെ കാലത്ത് പോയി ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വിശ്വാസമൊക്കെയാണ്. ഞാനും അമ്പലത്തിൽ പോകാറുണ്ട്, പള്ളിയിലൊക്കെ പോകും. ഇങ്ങനെ അധികമായിട്ട് ഇങ്ങനെ കിടന്ന് കാണിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസമുണ്ട്. ഇതെങ്ങനെ കിടന്നിട്ട് കിടന്ന അതിനെ ഏത് ഫാത്തിമ ബീവിയോ അത് പൊളിച്ചിരുന്ന കമ്പിളി അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കമ്പിളി പതിപ്പ് ഇപ്പം ആരും വിശ്വസിക്കും. എൻ്റെ പൊന്നൊരു ഇവിടെ എങ്ങനെയുള്ളവന്മാരെയൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് പോണ ആദ്യം ഇവനെ തള്ളനേക്കാളും ആ കൂടിയിരിക്കുന്ന ആൾക്കാരെ പിടിച്ച് ആദ്യം പിടിച്ച് കൂട്ടിക്കണ്ടേ. എല്ലാത്തിനും വിശ്വാസികൾ ഇതുപോലെ പ്രചരിക്കുന്നവരെ കൂട്ടായിട്ട് അങ്ങ് തല്ലി കൊല്ലണം. കുറേ എണ്ണ ഇറങ്ങിക്കോളും. എന്തിനു പറയിപ്പിക്കാൻ വേണ്ടി എല്ലാ മതത്തിലും നല്ല മതങ്ങളൊക്കെ തന്നെ. ഈ മതങ്ങളെയൊക്കെ ചീത്തപ്പേര് കളിക്കുന്ന ഇതുപോലുള്ള ആൾക്കാരാണ്. ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും മുസ്ലിം മതമായാലും അതെല്ലാം നല്ല മതങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ പേരും വെച്ച് മുതലെടുക്കുന്ന ഈ മാതിരിയുള്ള നാടുകളൊക്കെയാണ് കല്ല് വെച്ച് എറിഞ്ഞു കൊള്ളാം.